4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിജ്ഞാനോത്സവം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. മേലികാവ് ഹെൻറി ബേക്കർ കോളേജിൽ കോളേജ് തല ഉദ്ഘാടനം ശ്രീ മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. കോളേജ് മാനേജരും ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പുമായ റൈറ്റ് റവറന്റ് VS ഫ്രാൻസിസ് തിരുമേനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മേലുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ ഡോക്ടർ GS ഗിരീഷ് കുമാർ, പൂർവ്വ വിദ്യാർത്ഥി സിബി മാത്യു പ്ലാത്തോട്ടം, വാർഡ് മെമ്പർ ഡെൻസി ബിജു, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരാഗ് പാണ്ടിക്കാട്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ സണ്ണി മാത്യു എന്നിവർ സംസാരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് വകുപ്പിന് കീഴിലുള്ള 2 സർവകലാശാലകൾക്ക് A++ ഗ്രേഡ് ഉണ്ട്. NAC അക്രഡിറ്റേഷനിൽ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള ഗുണനിലവാര പരിശോധനകളിൽ തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 2 സർവകലാശാലകൾക്ക് A++ ഗ്രേഡ്, 3 യൂണിവേഴ്സിറ്റികൾക്ക് A+ ഗ്രേഡ്. മികച്ച പ്രകടനം തന്നെയാണ്. കോളേജുകളിൽ 24 എണ്ണത്തിന് A++ ഉണ്ട്, 43 കലാലയങ്ങൾക്ക് A+ ഉണ്ട്, 68 കലാലയങ്ങൾക്ക് A ഗ്രേഡ് ഉണ്ട്. NIRF റാങ്കിങ്ങിൽ ആദ്യ 200-ൽ 42 എണ്ണം കേരളത്തിലാണ്. 21% മികച്ച കലാലയങ്ങൾ കേരളത്തിലാണുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. 133 ക്രെഡിറ്റ് ആർജിച്ച് ബിരുദം നേടി പുറത്തു പോകാമെങ്കിലും 177 ക്രെഡിറ്റോടെ ഗവേഷണ പ്രവർത്തനങ്ങളിലും പ്രവൃത്യുന്മുഖമായിട്ടുള്ള കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് പുത്തനറിവിനെ സൃഷ്ടിക്കാനുള്ള ക്രിയാത്മകമായിട്ടുള്ള തയ്യാറെടുപ്പും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കോളേജുകളിൽ സ്കിൽ സെന്റേഴ്സ് ആരംഭിക്കുന്നതിന് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഇതിനകം നാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് കലാലയങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ക്രെഡിറ്റ് ആർജിക്കാനും സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകാനുമൊക്കെയുള്ള സംവിധാനം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയ നിവാരണങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ആവശ്യമാണെങ്കിൽ പുതിയ സമ്പ്രദായത്തിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് തീർച്ചയായും യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഗവൺമെൻറ് തലത്തിലും സംവിധാനങ്ങളും പ്രത്യേക സമിതികളും ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ഘട്ടം എന്ന നിലയിൽ PG കരിക്കുലം പരിഷ്കരണം ഏറ്റവും വേഗതയിൽ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇപ്പോഴുള്ള കോഴ്സുകളും പ്രോഗ്രാമുകളും കൃത്യമായി പരിഷ്കരിക്കുന്നതിനുള്ള നിരന്തര ഇടപെടലുകൾ ഉറപ്പു നൽകുകയാണ്. ആധുനികവൽക്കരണത്തിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക തന്നെയാണ്. അതിൻ്റെ ഭാഗമായി ടീച്ചർ എഡ്യൂക്കേഷനും ഒരു നിരന്തര പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോകും. KERIPEM എന്ന പേരിൽ ഒരു സമഗ്ര സോഫ്റ്റ്വെയർ അഡ്മിനിസ്ട്രേറ്റീവും അക്കാദമിക്കുമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഇവാലുവേഷനും ഒക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ രൂപീകരിക്കുന്നുണ്ട്. സർവകലാശാല നിയമങ്ങളിലും ചട്ടങ്ങളിലും പരിഷ്കരണം കൊണ്ടുവരുന്നുണ്ട്. സേവനാവകാശ നിയമം ഉൾപ്പെടെ ഏറ്റവും അടുത്ത ഭാവിയിൽ ഉറപ്പാക്കുകയാണ്. അതുപോലെ കൂടുതൽ പരിഷ്കാരങ്ങളിലേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കുന്ന വിധത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ഇന്റർനാഷണൽ കോൺക്ലേവ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്.
നമ്മുടെ രാജ്യത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള എക്സ്പേർട്ടുകളും അക്കാദമിക് പണ്ഡിതന്മാരും ആ കോൺക്ലേവിൽ പങ്കെടുക്കും. ഇതിനൊക്കെ തന്നെ ഏറ്റവും വലിയ പ്രേരണയും പ്രോത്സാഹനവുമായി മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുടെ സുപ്രധാന കാൽവയ്പുകളിൽ ഒന്നായ 4 ഇയർ UG പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യം. ഉന്നത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി മുന്നേറാവുന്ന രംഗമായി മാറുകയാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം 21ാം നൂറ്റാണ്ടിനാവശ്യമായ കഴിവുകൾ നേടാൻ വഴിയൊരുക്കുക എന്നത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടമയാണ്. ഈ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു വേണം സർവകലാശാലകൾ 4 വർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കാൻ. അതിനുള്ള നടപടിക്രമമാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എല്ലാ സർവകലാശാലകൾക്കും നൽകിയിരിക്കുന്നത്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വഴി സ്വന്തം താൽപ്പര്യവും ജിജ്ഞാസയും ലക്ഷ്യവുമനുസരിച്ച് പഠനം തുടരാനും അനുഭവത്തിലൂടെ പ്രവർത്തനശേഷി ആർജിക്കാനും സാഹചര്യമൊരുക്കണം. ഇതിനൊക്കെ ആവശ്യമായ സജ്ജീകരണങ്ങൾ സർവകലാശാലകൾ ഒരുക്കേണ്ടതുണ്ട്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. സർവകലാശാലകളെയെല്ലാം ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് അഥവാ KREP പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പദ്ധതി പൂർത്തിയാവുന്നതോടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരസ്പര പൂരകത്വ സ്വഭാവത്തോടെ മുന്നേറാനാവും. എത്രയും വേഗം KREP പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം സൗകര്യങ്ങളെ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഡിജിറ്റൽ അവകാശത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത്. ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച നമ്മുടെ സംസ്ഥാനത്തിന് അത്തരമൊരു സമീപനം തന്നെയാണ് അക്കാദമിക് രംഗത്തോടും ഉള്ളത്. നമ്മുടെ സർവകലാശാലാ നിയമങ്ങളും ചട്ടങ്ങളും അറുപഴഞ്ചനാണ്. അവ ഇനിയും പഴയപടി തുടരാനാവില്ല. അത് പുതിയ തലമുറയോടുള്ള അനീതിയാവും. നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടും വിധം നമ്മുടെ സർവകലാശാലകൾ നിലകൊള്ളണമെന്നുണ്ടെങ്കിൽ അവയുടെ സ്വയംഭരണം സംരക്ഷിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. അതിനുതകുന്ന നിലപാടുകൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുമ്പോൾ സംസ്ഥാന സർവകലാശാലകളുടെ സ്വയംഭരണത്തെ ക്ഷയിപ്പിക്കാനായി രാഷ്ട്രീയ ലാക്കോടെയുള്ള നീക്കങ്ങൾ നടത്തപ്പെടുന്നു എന്നതും നാം കാണാതെ പോകരുത്. അവയെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കുമുണ്ട് എന്നത് ഓർക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവുകൾ അക്കാദമിക് സമൂഹത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കരുത്. അവയുടെ ജനാധിപത്യവൽക്കരണം സാധ്യമാക്കാൻ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണം. അങ്ങനെ വിജ്ഞാന സമൂഹമായി നാം പരിവർത്തനപ്പെടണം. 4 വർഷ ബിരുദം ഇതിനെല്ലാം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. ലോകത്തിലുടനീളം ഉന്നത വിദ്യാഭ്യാസ രംഗം പരിപൂർണമായി മാറ്റത്തിന് വിധേയമായിരിക്കുന്ന കാലഘട്ടമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ വലിയ ചലനത്തിന്റെ മാറ്റങ്ങളുടെ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹയർ എഡ്യൂക്കേഷന്റെ ലാൻഡ്സ്കേപ്പ് തന്നെ പരിപൂർണമായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർക്കാരുകളും 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ മാറ്റം നാളിതുവരെ എന്തെന്ന് ചോദിച്ചാൽ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് പറയേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും
അതുപോലെ ചീഫ് മിനിസ്റ്ററും ഒക്കെ ഇവിടെ പ്രസംഗിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ 2030 ശേഷം ഇന്ന് ലോകത്ത് കാണുന്ന യാതൊരു തൊഴിലവസരങ്ങളും ഇന്ന് അപ്രത്യക്ഷമാവുകയും പുതിയ തൊഴിലവസരങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും റോബോട്ടിക്സിനെയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിനെയും ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെയും ഇന്റർനെറ്റ് ഓഫ് എവരിത്തിങ്ങിനെയും ഒക്കെ ബേസ് ചെയ്ത് വരുമ്പോൾ ഇന്നത്തെ തലമുറ അറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത തരത്തിലുള്ള വലിയ വിപ്ലവകരമായ ജോബുകൾ അവരെ ഏറ്റെടുക്കാൻ സജ്ജരാക്കുന്ന വലിയൊരു ദൗത്യമാണ് നാം ഏറ്റെടുക്കേണ്ടത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സർവകലാശാലകൾ വളരെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ടൈലർ മെയ്ഡ് കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് യോജിക്കുന്ന തരത്തിൽ, അവർക്ക് ചോയ്സ് ഉള്ള തരത്തിൽ, അവരുടെ അഭിരുചിക്ക് ചേരുന്ന തരത്തിൽ, അവരുടെ കഴിവിന് ചേരുന്ന തരത്തിൽ അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ സ്വയം തിരഞ്ഞെടുക്കാനും അതുവഴി അവർ ആഗ്രഹിച്ച പാത്ത് വഴി സഞ്ചരിച്ച് അവർ ആഗ്രഹിച്ച ഡെസ്റ്റിനേഷനിൽ എത്താനുമുള്ള പരിപൂർണമായ സാഹചര്യം പ്രദാനം ചെയ്യുന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ പരിപാടി സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം നടത്തിയ ശേഷം നമ്മുടെ കോളേജ് തലത്തിൽ ഉദ്ഘാടനം നടത്താൻ ഇവിടെ സംഘടിപ്പിച്ച ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ നമ്മുടെ CSI മഹായിടവകയുടെ PSTC മഹായിടവകയുടെ ബിഷപ്പും നമ്മുടെ കലാലയത്തിന്റെ മാനേജറുമായ അഭിമന്യ റൈറ്റ് റവറൻഡ് ഫ്രാൻസിസ് തിരുമേനിയാണ്. തിരുമേനി നമ്മുടെ കലാലയത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ഈ കലാലയത്തിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വളർച്ചയ്ക്ക് സദാ ജാഗരൂകനും ഏതൊരു കാര്യങ്ങളും ചെറിയ കാര്യങ്ങളിലും നമ്മൾ പരിപൂർണമായി യോജിച്ച് പ്രവർത്തിക്കുകയും ഈ കലാലയം ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിരന്തരം ചിന്തിക്കുകയും പരിശ്രമിക്കുകയും പറയുകയും നമ്മൾ പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അഭിമന്യ തിരുമേനി. തിരുമേനി ഇന്ന് രാവിലെ 11 മണിക്ക് തന്നെ ഇവിടെ എത്തി. സംസ്ഥാന സർക്കാരിന്റെ മുഴുവൻ പരിപാടികളും തിരുമേനി വീക്ഷിച്ചു, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ആദരണീയനായ തിരുമേനിയെ റൈറ്റ് റവറൻഡ് ജീസസ് ഫ്രാൻസിസ് തിരുമേനി നമ്മുടെ കോളേജ് മാനേജർ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സുസ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ച് കൃത്യസമയത്തിന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പാലാ MLA ശ്രീ മാണി സി കാപ്പൻ അവർ, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ മേലുകാവ് ഹെൻറി ബക്കർ കോളേജ് കൂടാതെ നിരവധി കലാലയങ്ങൾ പാലാ മണ്ഡലത്തിലുണ്ടെങ്കിലും നമ്മുടെ കലാലയത്തിന് പ്രത്യേക താല്പര്യവും സ്നേഹവും അടുപ്പവും ബോണ്ടും നമ്മുടെ പ്രിയപ്പെട്ട MLAക്കുള്ളതാണ്. എപ്പോഴും മേലുകാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നമ്മുടെ കോളേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ വളരെ താല്പര്യത്തോടെ സംസാരിക്കുകയും വളരെ വികാരപരമായി സമീപിക്കുകയും ഏത് കാര്യത്തിനും നമ്മൾ സമീപിച്ചാലും അവിടെ നോ എന്ന വാക്കില്ലാതെ വളരെ പോസിറ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും വികസന കുതികി കൂടിയായ ശ്രീ മാണി സി കാപ്പൻ MLA അവരെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേലികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിജു സോമൻ അവർ, അദ്ദേഹവും നമുക്ക് എപ്പോഴും പ്രാപ്യനായ പ്രഥമ പൗരൻ എന്നുള്ള നിലയ്ക്ക് കോളേജിന്റെ സകല പ്രവർത്തനങ്ങളിലും ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീ ബിജു സോമൻ. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന മറ്റു പ്രിയപ്പെട്ട, എനിക്ക് ഒരുപാട് പറയാനുണ്ടെങ്കിലും ഒരു ദീർഘിപ്പിക്കാൻ സമയമില്ല. അനുരാഗൊക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ തോളോട് തോൾ ചേർന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഒരു പ്രൗഡ് അലുമിനിയാണ് അദ്ദേഹം. പ്രൗഡ് അലുമിനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാ തരത്തിലും അഭിമാനിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അനുരാഗ്. ബാങ്കിൽ അദ്ദേഹം ഡയറക്ടർ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, നമ്മുടെ മെമ്പർ ആയിരുന്നു. ഈ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന അനുരാഗിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ഡെൻസി ബിജു, നമ്മുടെ ഈ വാർഡ് മെമ്പർ ഡെൻസി ബിജു നമ്മുടെ കോളേജിലിരിക്കുന്ന വാർഡിന്റെ മെമ്പറാണ്. നമ്മുടെ വിളിപ്പാടകലെ താമസിക്കുന്നതാണ്. ഏത് കാര്യത്തിനും നമ്മുടെ വിളിപ്പുറത്തെന്നും പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഡെൻസി ബിജു. നമ്മുടെ കുടുംബാംഗം കൂടിയാണ്. ഡെൻസി ബിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ സിബി പാളത്തോട് നമ്മുടെ മറ്റൊരു നമ്മുടെ പ്രൊവിൻഷ്യൽ അലുമിനിയാണ്. JC എന്ന ഒരു വലിയ സംഘടനയിലൂടെ ഒരുപാട് സമൂഹ സൊസൈറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള പ്രോഗ്രാമുകൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ ഒരുപാട് അവാർഡുകളും ഒക്കെ നേടിയിരിക്കുന്ന വ്യക്തിയാണ് സിബിയുമായി സഹകരിച്ച് ലയൺസ് ക്ലബ്ബ് നമ്മുടെ കോളേജിൽ രക്തദാന ക്യാമ്പ് ഉൾപ്പെടെ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഓരോ വർഷവും. അത്രയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ്. സിബിയെ സ്വാഗതം ചെയ്യുന്നു. PTA വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ സണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് സണ്ണിച്ചേട്ടന്റെ മോൻ ഇവിടെ BCom വിദ്യാർത്ഥിയാണ്. സണ്ണിച്ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ കോളേജിന്റെ അഭ്യുദയകാംക്ഷി എന്നുള്ള തരത്തില് നമ്മുടെ കോളേജുമായിട്ട് എല്ലാ കാര്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സണ്ണിച്ചേട്ടനെ ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അക്കാദമിക് കമ്മിറ്റി ജസ്റ്റിസ് സാറ്, സൗമ്യ ടീച്ചർ ഉൾപ്പെടെ എന്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപക ശ്രേഷ്ഠയെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ ഹെൻറി ബക്കർ സ്വാഗതം ചെയ്തുകൊണ്ട്
ഒരുപാട് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഈ വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ കോളേജിലെ വിജ്ഞാനോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ആരാധ്യനായ ഫ്രാൻസിസ് പിതാവ്, ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ഗിരീഷ് കുമാർ സാറേ, ഈ കോളേജിന്റെ പ്രൊഫസർ ശ്രീ സൈമൺ പി ജോർജ്, റവറൻ സൈമൺ പി ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ കോളേജിന്റെ അഭിമാന ഭാജനങ്ങളായ വിദ്യാർത്ഥിനികളെ, അവരോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കളെ, സത്യത്തിൽ ഇവിടെ മേലുകാവിന്റെ വികസനത്തിന് കാരണക്കാരൻ പിതാവാണ്. ഞാനൊരു നടത്തിപ്പുകാരൻ മാത്രം എന്നുള്ളതേ ഉള്ളൂ. എന്നെ ആദ്യം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വലിയ ടൂറിസം സ്കോപ്പുള്ള മേഖലയാണ്, ഇത് വികസിപ്പിച്ചെടുക്കണം. ഇപ്പം ഏതായാലും റോഡൊക്കെ വന്നു, എല്ലാ സ്ഥലത്തും മലയോര മേഖലകൾ മുഴുവൻ. ഭാഗ്യത്തിന് ഇപ്പോൾ സുരേഷ് ഗോപിയെ ടൂറിസം മിനിസ്റ്ററായിട്ടും കിട്ടിയിട്ടുണ്ട്, ഫ്രാൻസിസ് ജോർജിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു, ടൂറിസം മാപ്പ് ഓഫ് ഇന്ത്യയിൽ ഇല്ലിക്കലിനെയും ഇലവിടപ്പിലിനെയും കൊണ്ടുവരണം. ഒരു പ്രശ്നമില്ല ചേട്ടാ, ഒരു കത്തിങ്ങ നേരെ ഫ്രാൻസിസ് ജോർജിന് ഒരു ഗവർണിംഗ് ലെറ്റർ വെച്ച് ഞാൻ ആ കാര്യം ഏറ്റെന്ന് പറഞ്ഞു. ഇന്നലെ അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഞാനതിലെ അംഗമാണ്, അവിടെ പോയിരുന്നു. നിങ്ങൾക്ക് പ്രചോദനമാകാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇന്നീ കാണുന്ന മാനസികമായിരുന്നില്ല. എൻ്റെ പിതാവ് ഒരു MP ആയിരുന്നു. ഞങ്ങൾ 11 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ 7ാമനായിരുന്നു. എനിക്ക് മാത്രം ഒരു സർട്ടിഫിക്കറ്റും ഒന്നും കിട്ടിയിട്ടില്ല, മെഡലും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ബാക്കി സഹോദരി സഹോദരന്മാരൊക്കെ പ്രസംഗത്തിന് സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ മേടിച്ചു വരുമ്പോൾ ഒന്നും കിട്ടാത്ത ദുഃഖത്തിൽ ഞാനൊരു ദിവസം സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നോട്ടീസ് ബോർഡിൽ നോക്കുമ്പോൾ ഓട്ടംതുള്ളലിൽ ഒരാളെ പേര് കൊടുത്തു. 2ാമത് പേര് ഞാൻ കൊടുത്തു. ആ ഓട്ടംതുള്ളലിന് കിട്ടിയ സർട്ടിഫിക്കറ്റാണ് എൻ്റെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ്. 2ാമത് പിറ്റേ കൊല്ലം നാടകം കളിച്ചേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നാടകം ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾ 8 പിള്ളേരെ കൊണ്ട് അവിടെ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തു. ആ നാടകത്തിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത് പെണ്ണ് കാണാൻ ഇരുന്നൊരു ചെറുക്കൻ. അത് കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പയിനെ തന്നെ ചട്ടയും കൊണ്ട് പിടിപ്പിച്ചിരുത്തി. അപ്പം ചെറുക്കൻ കയറി വരുമ്പോൾ പട്ടി കുരയ്ക്കും. അപ്പോൾ ഒരു ഭയത്തോടെ കയറി ചെല്ലണം. ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറയാം. അപ്പം മകളെ വിളിക്കും, വല്ല സംസാരിക്കാറുണ്ട്, സംസാരിച്ചോളാം. അപ്പോൾ ഇതാണ് എൻ്റെ സീൻ. ഞാൻ അങ്ങോട്ട് കയറി ജീവനോടൊരു പട്ടി അവിടെ കെട്ടിയിരിക്കുക. എനിക്ക് പട്ടി പേടിയാണ്, ഇത് ചാടി കുറയ്ക്കുക. അപ്പം ഞാൻ ഭയന്ന് കുറച്ച് പോയി കസേര പോയിരുന്നു. അപ്പോഴത്തേനും സാറന്മാരൊക്കെ വിചാരിച്ചത് നല്ല അഭിനയമാണ്. 2ാമത് ഈ പട്ടി എൻ്റെ വീട്ടിൽ തന്നെ പരിശ്രമിക്കുക. അപ്പോൾ അപ്പം മകളെ വിളിച്ചു. ഞാൻ പേടിച്ച് പോയി ഡയലോഗ് തെറ്റിപ്പോയി, ശ്വാസമേ ഇതിൻ്റെ പേരെന്താടി ശ്വാസമേ ചോദിച്ചു. അപ്പോഴും അവർ വിചാരിച്ചത് കോമഡി ആയിരിക്കും, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ പിന്നീട് ഞാൻ എന്നോട് ചോദിച്ചു, ജീവനുള്ള പട്ടിയെ കൊണ്ട് കെട്ടാൻ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരം ഈ കാണാൻ പോയ പെണ്ണ് പറയാ, എടാക്കാമ്പോ പേടിക്കണ്ട, എൻ്റെ വീട്ടിലെ പട്ടിയെ കടിക്കുകയായിരുന്നു. കളിപ്പള്ളിയിൽ കപ്പലിട്ടു, പട്ടി കയറും പൊട്ടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ കൂടി ഓടി. എല്ലാ പിള്ളേരും പുറത്ത് ഇറങ്ങി ഓടി, കാരണം ഇതിന് കടി കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നാടകത്തിൽ എൻ്റെ 8 പേരെ ലൈൻ നിർത്തി അടി തരാൻ നിർത്തിയിരിക്കുക. അപ്പം അന്നൊക്കെ അടിയുള്ള കാലമാണ്. അപ്പോഴത്തേക്ക് അന്നത്തെ ഡ്രിൽ മാസ്റ്ററുണ്ട്, ആഴ്ചയിൽ ഒരു ദിവസം ഡ്രില്ലിൻ്റെ ഒരു അവറുണ്ട്. ഡ്രിൽ മാസ്റ്റർ എന്ന് പറഞ്ഞു, ഇനി ആരടിക്കുകയൊന്നും വേണ്ട, അടിക്കുകയൊന്നും വേണ്ട, ഞാൻ ഇവരെ ശരിയായിക്കൊള്ളാന്ന് തോന്നുന്നു. അപ്പം എന്നോട് മുന്നേക്കാം, അപ്പം നീ അമ്മയുടെ ചായ നല്ല പൊക്കം വെക്കാനുള്ള സാധ്യതയുണ്ട്, നീ വോളിബോൾ കളിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കൂളിൻ്റെ മെയിൻ ടീമിനെ കൂടാതെ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, സ്ഥലം ഇഷ്ടംപോലെയുണ്ട്. ആ സാറ് പറഞ്ഞത് വാക്ക് പൊന്നായി. അതിൽ ഉറച്ചു നിന്നും ഈ രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ പോയി കളിക്കാൻ അവസരം കിട്ടിയ ഒരു കളിക്കാരനായി മാറി. ഞാനിത് പറയുന്നത് നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇരിക്കാനും കൂടെ ക്രൈസ്റ്റ് കോളേജിൽ പോയി ഫസ്റ്റ് PTC ചേർന്നു. ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നു. എനിക്ക് മാത്രം സെലക്ഷൻ കിട്ടിയില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, മോനെ ദിനേശായി എന്നെങ്കിലും ഞാനൊരു ഓർഡർ എടുക്കും. അങ്ങനെ ബന്ധുക്കളൊക്കെ ആയിട്ട് അബുദാബിയിലൊക്കെ പോയി പൈസയൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോൾ പടങ്ങളെടുത്ത് ആദ്യത്തെ പടം മേലപ്പറമ്പിലാണ്ട് എല്ലാ കാലത്തും ഹിറ്റായി. 10-12 പടങ്ങൾ എടുത്തു. ഒരു പടം മാതാമത്തായി സ്പീക്കിങ് നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പാലായി വന്നു മാണിസാറിന് 27 വോട്ട് ജയിച്ചിരിക്കുക. 1 തോറ്റു, 2 തോറ്റു, 3 തോറ്റു. 3ാമത് കഷ്ടിച്ചൊരു 3000 വോട്ട് കടന്നുകൂടി പിതാവ് കൂടെ സഹായിച്ചുകൊണ്ട്
ഏതായാലും അത് കഴിഞ്ഞപ്പോഴത്തേനും ചാനലുകാരുടെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു എന്ത് ഉപദേശമാണ് ഇദ്ദേഹത്തിന് കൊടുക്കാറുള്ളത്. എടുത്തതായിട്ട് പുള്ളി പറഞ്ഞു സിനിമയും സ്പോർട്സും ഒന്നുമല്ല രാഷ്ട്രീയം അയാൾ മനസ്സിലാക്കാൻ പോകുന്നതെന്ന്. എന്നാൽ ഇതെന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഞാനും തീരുമാനിച്ചു. ഏതായാലും ഏൽപ്പിച്ച പുള്ളി വൃത്തിയായിട്ട് ചെയ്തു. അതുകൊണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം 10,372 ജയിക്കാൻ പറ്റി. ഞാനിത് പറഞ്ഞതെന്ന് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോഴത്തെ പിള്ളേർ പലരും പെട്ടെന്ന് ടെൻഷനാവുകയും പെട്ടെന്ന് അവശരാകുകയും ചെയ്യുന്നവരാണ്. പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശൻ. അതുകൊണ്ട് നമ്മൾ ബാധ്യമാണ്, ദൈവം ബാധ്യമുണ്ട്. ഒപ്പം നിങ്ങളുടെ പരിശ്രമങ്ങൾ കൂടി ഉണ്ടായാൽ വലിയ നിലകളിലെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ കോളേജിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ ഈ നാടിൻ്റെ യശസ്, ഈ രാജ്യത്തിൻ്റെ യശസ് രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പ്രതിഭകളായി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് തന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഈ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ CSI മാനേജ്മെന്റിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. ഇത് ഈ പ്രദേശത്തിന് ഗുണകരമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടെ 1981 ഇത് ആരംഭിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, നമ്മുടെ ഈ പ്രദേശത്തുനിന്നുള്ള നേതാക്കന്മാർ, അവരെ ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അവരെല്ലാവരും ഒരുപോലെ അവരവരുടെ സ്ഥാപനം എന്ന നിലയിൽ അവർ ഇതിനോട് സഹകരിക്കുകയും എല്ലാവിധമായ സഹകരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയത്ത് ഒന്നുകൂടെ ഓർത്തുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ സന്തോഷവേളയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കോളേജിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ നിങ്ങൾ പുതിയൊരു തുടക്കക്കാരാണ്. 4 വർഷമാണ് നിങ്ങളുടെ ഡ്യൂറേഷൻ. അതുകൊണ്ട് 4 വർഷ ബിരുദ കോഴ്സിൽ ചേരുന്ന നിങ്ങളെ വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ കോളേജിലേക്ക്, കലാലയത്തിലേക്ക് ഹൃദയംഗമായി സ്വാഗതം ചെയ്യും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കഴിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടുന്ന് നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, അത് കഴിയുമ്പോൾ ഉള്ളതാണ്. എന്ത് നേടണം എന്ന് ഇന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു കാര്യം ചെയ്യുക, പഠിക്കുക, ശ്രദ്ധയോടെ പഠിക്കുക, ലക്ഷ്യം വെച്ച് പഠിക്കുക. ഈ പ്രദേശത്ത് ആദ്യം അറിവ് കൊണ്ടുവന്നത് ഹെൻറി ബേക്കർ ജൂനിയറാണ്. ആ ഹെൻറി ബേക്കറിന്റെ ജൂനിയറിന്റെ നാമത്തിലാണ് ഈ കലാലയം അറിയപ്പെടുന്നത്. അന്ന് അവർ പഠിച്ച അവരുടെ ആദ്യത്തെ ഹെൻറി ബേക്കറിന്റെ ആദ്യത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഒരു നിശ്ചിത പ്രായപരിധിയിലുള്ളവരായിരുന്നില്ല. വളരെ വയസ്സുള്ള അപ്പപ്പന്മാരും അമ്മമ്മമാരും ഒക്കെയായിരുന്നു. കാരണം അന്ന് വിദ്യാഭ്യാസം അവർക്കാണ് ആദ്യം കിട്ടിയത്. അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾക്കായിട്ട് തുടങ്ങിയത്. പിന്നെയാണ് ക്രമീകൃതമായ ഈ വിദ്യാലയം ആരംഭിച്ചത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ അടുത്തുള്ള പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ മേഖല എന്ന് പറയുന്നത് പൈനേഴ്സാണെന്ന് പറയാൻ സാധിക്കും. 175 വർഷം മുമ്പ് ഇവിടെ വിദ്യാദീപം കൊളുത്തി എന്നുള്ളതാണ് അതിൻ്റെ ശ്രേഷ്ഠത. ഒരുപക്ഷെ അവർ നിലത്തിരുന്ന് തന്നെ ഇത് പഠിച്ചോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം അത്രയും വൈഷമ്യമേറിയ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ അറിവിൻ്റെ വെളിച്ചം വന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പേര് നമ്മൾ ഈ കോളേജിന് ഇട്ടത്. പ്രിയമുള്ളവരെ, അറിവ് എന്ന് പറയുന്നത്, നേടാൻ പോകുന്ന ലക്ഷ്യം എന്നുള്ള പറയുന്നത് നമുക്ക് തന്നെ ഗുണമുള്ളതായിരിക്കണം, നമ്മുടെ തലമുറയ്ക്ക് ഗുണമുള്ളതായിരിക്കണം, നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ളതായിരിക്കണം. ഇപ്പം ലോകം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും നല്ല പൗരന്മാരായും പൗരകളായിട്ട് നമ്മൾ വളർന്നു പറയണം. നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം, നമുക്ക് തന്നെ പ്രയോജനമുള്ളതായിരിക്കണം. വേറെ തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ ആർജിക്കുന്ന അറിവുകൊണ്ട് വേറെ ആൾക്ക് ദോഷം ഉണ്ടാകരുത്. തീർച്ചയായിട്ടും അതങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുമ്പോൾ, ഒരു കാലത്ത് കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, ഒരു കാലത്ത് പൊതുവെ ആണ് എങ്കിലും കേരളത്തിൽ കൃത്യമായിട്ട് നോക്കുമ്പോൾ
ഒരു ലെവലിൽ മാത്രം, ചില പ്രത്യേക സെക്ടറിൽ മാത്രം നിന്നിരുന്ന വിദ്യാഭ്യാസം, അറിവ്, അതിനെ മിഷണറിമാരാണ് അവർ സാധാരണക്കാർക്ക് പ്രാപ്യമാക്കിയത്. ചരിത്രം നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാൻ സാധിക്കും. ഒരു ലെവൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, ഒരു അറിവ് നേടിയിരുന്നു ചില പ്രത്യേക സെക്ഷനിൽ മാത്രം. കാരണം അത് മതിയായിരുന്നു അന്ന്. പക്ഷേ സാധാരണക്കാർക്ക് അത് ലഭ്യമാക്കിയത് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. കേരളത്തിൻ്റെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്രവും ഏതാണ്ട് അങ്ങനെ തന്നെ കാണാൻ സാധിക്കും. വളരെ വിപ്ലവകരമായ നേട്ടമുണ്ടാക്കുവാൻ പിന്നീട് നമുക്ക് സാധിച്ചു. അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയെന്നുള്ളത് സംശയമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, നമ്മൾ കേട്ടതുപോലെ, അത് നമുക്ക് ഒന്ന് കാലാനുസൃതമായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പുത്തൻ തലമുറയെ അതിലേക്ക് നയിക്കാൻ ഈ പുതിയ സംരംഭം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവർക്കുള്ള കൃത്യമായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇങ്ങനെ വളരെ നല്ല രീതിയിലൊരു വിജ്ഞാനോത്സവത്തിൻ്റെ ഈ കലാലയത്തിൻ്റെ ഉദ്ഘാടനം ഇപ്രകാരം സംഘടിപ്പിച്ചതിന് ഞാൻ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനെയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, മറ്റ് ഇതിന് ചുമതലപ്പെട്ട എല്ലാവരെയും, പ്രത്യേകിച്ച് നിങ്ങളെ എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ സന്തോഷമുണ്ട് എൻ്റെ പൂർവ്വ വിദ്യാലയമായ ഹെൻറി ബേക്കർ കോളേജുകളിലെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കാൻ. ഞാൻ 83-85 ബാച്ചിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. മുമ്പേ നമ്മുടെ തിരുവേലി പറഞ്ഞതുപോലെ ചേട്ടന്മാരൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പഠിച്ച ഒരാളാണ്. ഇപ്പോൾ ഞങ്ങൾ 81-83 ബാച്ച് ഞങ്ങൾ പുതിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അടുത്ത മാസം ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടത്തുവാനായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചാൽ അത് നടക്കും. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ലയൺസുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ ഇങ്ങനെയുള്ളതെല്ലാം നടത്തി ഓരോ ദിവസവും കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ആള് എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഈ മൂന്ന് ജില്ലയിലെ ഏറ്റവും നല്ല, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ വരുന്ന ഏറ്റവും നല്ല പ്രിൻസിപ്പളുള്ള ഒരു കലാലയമാണ് മേരികാവ് ഹെൻറി ബേക്കർ കോളേജ് എന്ന് ഏറെ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ വരുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്നത് ഹെൻറി ബേക്കർ കോളേജാണ്. അതിന്റെ ഒരു കാരണം കൂടി പറയുകയാണ്. ഞങ്ങൾ ലയൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഹെൻറി ബേക്കർ കോളേജും ചെയ്യുന്നുണ്ട്. അതായത് പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഒട്ടേറെ കാര്യങ്ങൾ. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എല്ലാ വർഷവും 1-2 ക്യാമ്പുകളാണ് നടത്തുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ പല കോളേജുകളിലും ചെല്ലുമ്പോൾ പറയാറുണ്ട്. സാധാരണ മിക്സഡ് കോളേജുകളിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് ചെന്നാൽ ആൺകുട്ടികൾ മാത്രമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കടന്നു വരുന്നത്. അതേസമയം മേരികാവ് ഹെൻറി ബേക്കർ കോളേജിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പെൺകുട്ടികളാണ് ഇടിച്ച് ക്യൂ നിൽക്കുന്നത്. ഞാനത് പല കോളേജുകളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്. അൽഫോൻസ കോളേജിലൊക്കെ പെൺകുട്ടികൾ കൊടുക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ അല്ലാത്ത കോളേജുകളിൽ, ഞാൻ ഈ ഹെൻറി ബേക്കർ കോളേജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, പെൺകുട്ടികൾ ബ്ലഡ് കൊടുക്കാനായിട്ട് ഇടിച്ചു നിന്നിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കാതെ വിഷമിച്ചു പോകുന്ന പെൺകുട്ടികളുള്ള ഏക കലാലയം ഹെൻറി ബേക്കർ കോളേജാണ്. അതുപോലെ തന്നെ ഈ 3 ജില്ലയിൽ അതായത് നേത്ര പരിശോധനാ ക്യാമ്പ് ഞങ്ങളുടെ ഒരു മെയിൻ പ്രോജക്റ്റാണ്. ലയൺസിന്റെ ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു കോളേജ്. ഈ കോളേജിൽ അങ്കമാലി ഹോസ്പിറ്റലുകാർ വന്ന് ഈ നാട്ടിലുള്ള പാവങ്ങളുടെ എല്ലാം കണ്ണ് പരിശോധിച്ച് അവർക്ക് സൗജന്യ ചികിത്സ അല്ലെങ്കിൽ അവർക്ക് സൗജന്യ സർജറി നേടിക്കൊടുക്കുവാൻ സാധിച്ച ഈ 3 ജില്ലയിലെ ഏക കോളേജും മേരികാവ് ഹെൻറി ബേക്കർ കോളേജാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം പോയതുകൊണ്ട് എനിക്കറിയാം നിങ്ങളെല്ലാം വളരെയധികം 1:15 എത്രയും പെട്ടെന്ന് തീരുവാൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് ഈ വർഷം മുഴുവൻ, അതായത് ഒരു വർഷം ഒരു 5-6 പ്രോഗ്രാമിനെങ്കിലും ഞാനിവിടെ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് ഇനി തീർച്ചയായിട്ടും നമുക്ക് പങ്കെടുക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ കുട്ടികളോടും പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ മേരികാവ് ഹെൻറി ബേക്കർ കോളേജിൽ വന്ന് ചേരുവാൻ സാധിച്ചതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ പഠിച്ച ഇതുപോലെ തന്നെയുള്ള ഒരു കലാലയമാണ് MDCMS ഹൈസ്കൂള്. അവിടെ ഇന്നലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളായിരുന്നു. നമ്മുടെ തിരുമേനിയും അച്ഛന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വളരെ നല്ല രീതിയിൽ 75 വർഷം പൂർത്തിയായതിന്റെ വളരെ സന്തോഷത്തിൽ ഇന്നലെ ഞങ്ങൾ ഒരു വർഷത്തെ ഞങ്ങളുടെ ആ ആഘോഷ പരിപാടികൾ ഇന്നലെ സമാപിച്ചു. അതുപോലെ ഹെൻറി ബേക്കർ കോളേജിൽ നല്ല നല്ല പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഈ വർഷവും കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ ഡിസ്ട്രിക്ട് 318 ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ എന്ന സ്ഥാനം എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ലയൺസിന്റെ നല്ല നല്ല പ്രോഗ്രാമുകൾ
കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രോഗ്രാമുകൾ തീർച്ചയായിട്ടും ഹെൻറി ബേക്കർ കോളേജിൽ ഈ വർഷം നടത്തിയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് അതിനായി നീങ്ങാം. അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. നല്ലൊരു പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു മെമ്പറും അതുപോലെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നല്ലൊരു അച്ഛനും തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പളും എല്ലാം കൂടെ ഒത്തപ്പോൾ നമ്മൾ നല്ലൊരു ടീമാണ്. തീർച്ചയായിട്ടും ദൈവം നമുക്ക് നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം തരട്ടെ. കൂടുതൽ പുണ്യപ്രവൃത്തികൾ നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള പ്രത്യേകം പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം, ഇതുവരെ നമ്മുടെ കലാലയങ്ങളിൽ 3 വർഷ കോഴ്സുകളാണ് നടന്നിരുന്നത്. എന്നാൽ ഇന്നു മുതൽ നമ്മുടെ രാജ്യത്ത് ആകമാനം ഡിഗ്രി കോഴ്സുകൾ 4 വർഷത്തിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നും 1 വർഷം കൂടി അതേ കോഴ്സ് വരുമ്പോൾ 1 വർഷം കൂടെ പാഴാകുകയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമായ അവരുടെ കഴിവിനും അഭിരുചിക്കും ഒക്കെ അനുസരിച്ചുള്ള ഒത്തിരി മാറ്റങ്ങളിലാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ എത്തിക്കുന്നതിന് വേണ്ട ഒരു പുതിയ കാൽവയ്പ്പാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. ഡിഗ്രി കോഴ്സുകളെ 3 ഇതായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന അവറുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഡിഗ്രി കോഴ്സുകളൊക്കെ 2.5 വർഷം കൊണ്ടും 3.5 വർഷം കൊണ്ടൊക്കെ പൂർത്തിയാക്കാനും അതോടൊപ്പം ഈ വിദ്യാഭ്യാസത്തോടൊപ്പം ഓൺലൈനിൽ മറ്റ് കോഴ്സുകൾ പഠിക്കാൻ അങ്ങനെ ഒത്തിരി ഏറെ സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എക്കാലം ഇത് നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഇതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. നമ്മുടെ ഈ കോളേജിൽ ഈ ഉദ്ഘാടന പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ പ്രിൻസിപ്പളിനും മറ്റ് ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇന്ന് ഡിഗ്രി കോഴ്സുകളിലേക്ക് കടന്നു വന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഈ പഞ്ചായത്തിനും ഈ നാടിനും നമ്മുടെ യൂണിവേഴ്സിറ്റിക്കും സംസ്ഥാനത്തിനൊക്കെ എൻ്റെ അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പുതിയ ഒരു അധ്യയന വർഷം നമ്മുടെ ഡിഗ്രി കോഴ്സ് 4 വർഷം ആക്കുന്ന ഒരു ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ ഏറെ സന്തോഷമുണ്ട്. വലിയ ഒരു മാറ്റമാണ് ഈ രംഗത്ത് വരുന്നത്. നമുക്കറിയാം, പഠിച്ചു വന്ന കാലങ്ങളിൽ നമ്മളൊക്കെ പഠിച്ചു വന്നപ്പോഴും അത് ഒരു പ്രൊഡക്റ്റീവായിട്ട് ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം പ്രൊഡ്യൂസേഴ്സ്, വിദ്യ ആർജിക്കുക മാത്രമല്ല അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആകുക. അത് മറ്റുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുക, അവനവന് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഇത് 4 വർഷ ഡിഗ്രി കോഴ്സ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇന്ന് വലിയ ലോകത്ത് വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അനുദിനം അല്ലെ നിമിഷങ്ങൾക്കകം ഓരോ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പഴയ അംബാസിഡർ കാറിലാണ് പഠിക്കുന്നത്. ഇന്ന് അത് മാറി പുതിയ നൂതന ടെക്നോളജിയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന ബൈക്കുകൾ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ പുതിയതായ ലോകത്ത് മനുഷ്യരെ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരേ രാജ്യത്ത് അല്ലെ ഒരേ സംസ്ഥാനത്ത് ഓരോ പ്രദേശത്തുള്ള ആളുകൾ അടുത്ത പ്രദേശം കണ്ടത് തലമുറകൾക്ക് ശേഷമാണ്. ഇന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ലോകത്തുള്ള സ്ഥലങ്ങൾ കണ്ടെത്താവുന്ന രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ നിമിഷങ്ങൾക്കകം ഓരോ സംഗതികൾ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളും അതിന് അനുസൃതമായിട്ട് മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് മാറുക, അത് വലിയ ഇനി വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ഏത് കോമ്പറ്റീഷനിലും ഒന്നാമനാകത്തക്ക രീതിയിലേക്ക് വരാൻ വേണ്ടിയുള്ള പുതിയ ആശയം തീർച്ചയായിട്ടും അത് വളരെ സ്വാഗതാർഹവുമാണ്, അത് പ്രയോജനപ്രദമാണ് എന്നുള്ളതിന് തർക്കമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എല്ലാവരും കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്കൂളും കോളേജും ഒക്കെ ഇപ്പം നല്ല ഹൈടെക് ആക്കിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ സർവകലാശാലയിൽ നിന്ന് ഉള്ള പുതിയ ഈ 4 വർഷത്തെ കോഴ്സ് കുട്ടികൾക്കൊക്കെ ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്നും നമ്മുടെ കോളേജിലേക്ക് ഒത്തിരി കുട്ടികൾ വന്നു ചേർന്ന് അവർ നല്ല രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം സ്വീകരിച്ച് നല്ല മിടുക്കികളുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കേരളം ഒട്ടാകെ ഇന്ന് വിജ്ഞാനോത്സവം എന്ന രീതിയിൽ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ജില്ലാതലവും അതുപോലെ തന്നെ സംസ്ഥാന തലവും കോളേജ് തലവും നടന്നു കഴിഞ്ഞു. നമുക്കും നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിനെ നടത്താൻ പറ്റി. ഈ പരിപാടിക്ക് വേണ്ടി ക്ഷീണം പരിശ്രമിച്ച ഓരോരുത്തരെയും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എന്നുള്ള കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായി നമുക്കിവിടെ എത്തിച്ചേർന്ന നമ്മുടെ കോളേജിന്റെ മാനേജറും അതുപോലെ ഈസ്റ്റ് കേരള ഡയസിന്റെ ബിഷപ്പുമായിട്ടുള്ള VS ഫ്രാൻസിസ് തിരുമേനിയെ ഞാൻ കോളേജിന്റെ പേരിലും അതുപോലെ തന്നെ സ്റ്റാഫിന്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇന്ന് കീനോട്ട് അഡ്രസ് നൽകി തന്ന ബിജു സോമൻ പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടകനായി വന്ന മാനസിക അപ്പൻ സാറ് ധൃതി ഉള്ളതുകൊണ്ട് കടനാട് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സാറ് പോയതാണ്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വാർഡ് മെമ്പറായിട്ടുള്ള ലിൻസി ബിജു മാഡം, അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ആൻഡ്രാഗേട്ടൻ, അതുപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ലയൺസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആയിട്ടുള്ള CB പ്ലാത്തോട്ടം സാറ്, അതുപോലെ നമ്മുടെ ബർസാറച്ചൻ സൈമൺ P. ജോർജ് അച്ഛൻ, മറ്റ് ഈ പ്രോഗ്രാമിന് വേണ്ടി കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കൃത്യസമയത്ത് പേരൻസിനെ കൂടി എത്തുകയും ചെയ്യുന്ന പേരൻസ്, ഈ പ്രോഗ്രാമിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ടീച്ചേഴ്സ് ആയിട്ടുള്ള നാക് കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ എലിസബത്ത് ടീച്ചർ, അതുപോലെ തന്നെ കൾച്ചറൽ കമ്മിറ്റി ചാർജുണ്ടായിരുന്ന സൗമ്യ മിസ്, മറ്റ് HOD ഡിപ്പാർട്ട്മെന്റ് HODs, ടീച്ചേഴ്സ്, പേരൻസ് എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ ഒറ്റ വാക്കിൽ, സമയപരിമിതി മൂലം പറയുന്നതാണ്, ഒറ്റ വാക്കിൽ അർപ്പിക്കുന്നു.